ഹലോ. ദൂരത്തും ചാരത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമയത്തെ വേർതിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ദൈവവചനം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. അതായത് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവൻ നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളും എന്നുള്ളതാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊതുവിൽ പ്രാർത്ഥിക്കുമ്പോൾ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരം വരെ പാർക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങളെയൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, എൻ്റെ അപേക്ഷ കേൾക്കുന്നൊരു ദൈവം, എൻ്റെ വിഷയങ്ങൾക്കൊരു മറുപടി നൽകണമെന്ന് നിങ്ങൾ പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും കേട്ടോ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിലുള്ള സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തിനും കർത്താവേ, വിവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളാൽ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ കർത്താവേ, പരസ്യമായി ദൈവത്തിന് മധ്യസ്ഥ ചെയ്യുമ്പോൾ ആ വിഷയങ്ങൾക്കെല്ലാം ഒരു മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും ഓൾട്ടേജ് ഹോമിലും ജുവൈൽ ഹോമിലും തടവറയിലായിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കണ്ണുനീരും ദുഃഖവും സങ്കടങ്ങളും വേദനകളും മാരകമായ രോഗങ്ങളും മഹാവ്യാധികളും സാമ്പത്തികമായ കടങ്ങളും കടക്കെണികളും ഹല്ലേലൂയ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന മഹാവ്യാധികളടക്കം വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾക്കെല്ലാം ഒരാശ്വാസം കൊടുക്കണമേ. മനുഷ്യൻ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ വീർപ്പുമുട്ടി ഓരോ ദിവസങ്ങളും മനുഷ്യൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ സ്വയം ഭൂമിയിൽ നിന്ന് ആത്മഹത്യയിലൂടെ തങ്ങളുടെ ജീവനെ ഒടുക്കി നിത്യമായ നരകത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ കർത്താവേ, ആ സ്ഥിതികൾക്കെല്ലാം ഒരു മാറ്റം വന്ന് ഈ ജനം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൻ്റെ ഭാഗമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷയുടെ ഭാഗമായി അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളായിരുന്നാലും അതിന് നാമെ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ കർത്താവേ, ജനം ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. മനുഷ്യൻ ശാരീരികമായ ബലഹീനനാണ്, വിവിധമായ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, രോഗങ്ങളാണ്. ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ കർത്താവേ, ശിരസ് തൊട്ടുള്ളങ്കാല് വരെ എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളും പേശികളിലും രക്തധമനികളിലും ഒക്കെയുമായി വിവിധമായ രോഗത്തിന് അധീനരായി ജീവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാദ്യം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവി വേദന, തോൺസിസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും പെടലും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മുട്ടിൽ ദശ വളരുന്നവർ, മോണസംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. ഹാർട്ടിൻ്റെ ലെൻസിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ ആസ്മ പോലുള്ള വലിയ പ്രതിസന്ധികൾ, ഹല്ലേലൂയ. കർത്താവേ, ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളിലും എല്ലാ ആമവാദങ്ങളും ത്വക്കുവാദങ്ങളും എല്ലാ കർത്താവേ പെരുമുട്ടുവാദങ്ങളും, ഹല്ലേലൂയ. കർത്താവേ, വിവിധമായ മാരകമായ രോഗങ്ങൾക്ക് അധീനരായി കിടക്കുന്ന ജനത്തെ എല്ലാം ഒന്ന് വിടുവിക്കണമേ. സൗഖ്യം കൊടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിണരാൽ സൗഖ്യം സംഭവിക്കട്ടെ. ആ രോഗാത്മാവിനെ, ദുരാത്മാവിനെ സകല ജനത്തിനടിയിൽ ശാസിച്ച് ജനത്തിന്മേൽ വിടുതൽ കൽപ്പിക്കുകയാണ്. ലോകം കൊടുക്കാത്ത, മെഡിസിൻ കൊടുക്കാത്ത ഒരു സൗഖ്യം ഇന്ന് പകൽ ജനത്തിന്മേൽ ദൈവം കൊടുക്കണമായി. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തിന് വേണ്ടി ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, ഹല്ലേലൂയ, മുടന്തന്മാർ, കർത്താവേ, തളർവാദ രോഗികൾ, നാളുകളായി കിടക്കയിലായിരിക്കുന്നവർ, ജന്മന വൈകല്യമുള്ളവർ, ഹല്ലേലൂയ, കർത്താവേ, ഭൂതബാധർ, ഹല്ലേലൂയ, മാനസരോഗികൾ, മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, കർത്താവേ, ഓട്ടിസം രോഗത്താൽ ഭാരപ്പെടുന്നവർ, സർജറിക്ക് വിധേയപ്പെട്ടവർ, സർജറി കിടക്കുന്നവർ, ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഹല്ലേലൂയ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ, ക്യാൻസർ രോഗം, ക്ഷയരോഗങ്ങൾ, ഹല്ലേലൂയ, കുഷ്ഠരോഗങ്ങളാൽ
ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വിവിധ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടും ഒരു മറുപടിയില്ലാതെ നിരാശയുടെ നടുവിലൂടെ രോഗം ബന്ധിച്ച് കർത്താവെ മരണം മതി എന്ന് പറയുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, സൗഖ്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. ജീവിതം മുഴുവൻ അധ്വാനിച്ചത്, ആമേൻ, സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവേ, ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് അവസാനം ഒന്നുമില്ലാത്തവരായി മനുഷ്യൻ മാറുന്ന അനുഭവങ്ങൾ, ആ സ്ഥിതിയൊക്കെ കർത്താവ് ഇന്ന് മാറി സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനത്തിൽ സൗഖ്യം സംഭവിക്കണനായി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരാളുള്ള സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേ കർത്താവേ, ബ്ലഡ് ക്യാൻസറുകൾ, ആമേ ബ്രസ്റ്റ് ക്യാൻസറുകൾ, ഹല്ലേലൂയ. ആമേ കർത്താവേ, മജ്ജ സംബന്ധ ക്യാൻസറുകൾ, ബോൺ സംബന്ധമായ ക്യാൻസറുകൾ, ത്വക്ക് സംബന്ധമായ ക്യാൻസറുകൾ, വിവിധമായ ക്യാൻസറിൻ്റെ വിവിധ ഭാഗഭേദങ്ങൾ, എല്ലാ രോഗത്തിൽ നിന്നും കർത്താവെ ജനസൗഖ്യം പ്രാപിപ്പാൻ, ആശ്വാസം പ്രാപിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആമേ, പലരും കണ്ണുനീരിലാണ്, സങ്കടത്തിലാണ്. ആമേ, ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു പോയ അനുഭവമാണ്. ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി സംബന്ധമായ ദുരന്തങ്ങൾ, ആമേ കർത്താവെ, അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, അതിലൊക്കെ ജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുടെ വേദന കൊണ്ട് കർത്താവ് ജീവിതം നിരാശയുടെ നടിയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾക്ക് കർത്താവ് ആശ്വാസവും സമാധാനം കൊടുക്കണമേ. ആമേൻ. എല്ലാവരാലും കൈവിടപ്പെട്ട്, ആമേൻ, സ്വന്തം വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ ഭവനം തൊറ്റപ്പെട്ടു പോയവരുണ്ട്. ആമേൻ കർത്താവെ, വിശ്വാസം മുഖാന്തരം ജീവിതം തകർന്നു പോയവരുണ്ട്. വിശ്വാസം മുഖാന്തരം വീട്ടിൽ നിന്ന് ഹല്ലേലൂയ, ആമേൻ, പടിയടച്ച് വെണ്ണം വെച്ച് ഇറക്കി വിട്ടവരുണ്ട്. എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവർക്കെല്ലാം ഒരു വിടുതലായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകം കൊടുക്കാത്ത സമാധാനം ജനത്തിന് കൊടുക്കണമേ. കണ്ണുനീരിനെ തുടയ്ക്കണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യൻ ആമേൻ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ ഭാരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, ജനത്തിന് ഒരു ആശ്വാസം കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ അവിടുത്തെ കരം നീട്ടേണ്ടനാടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ കരം സകല ജനത്തിന്മേലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. മനുഷ്യ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും, ആമേൻ, ദുർമന്ത്രവാദ, ദുർഭൂതാരാധന, എല്ലാ സാത്താനി പോരുകൾ, ഹല്ലേലൂയ, ആഭിചാര, മന്ത്രവാദ, എല്ലാ കൂടോത്ര ആമേൻ ക്ഷുദ്ര ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ശാസിച്ച് ജനത്തിൻ്റെ ശരീരത്തിന്മേൽ വിടുതൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിടുതലയക്കണമേ. തലമുറകളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മാൻമസാലകളിലേക്കും ആമേൻ കടത്തിക്കൊണ്ടുപോകുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ, അതിൽ ഞങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ആമേൻ. ഞങ്ങളുടെ ഡേ കെയർ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂള്, ആമേൻ, കോളേജ് വിഭാഗങ്ങൾ, വിവിധ അക്കാഡമികളുടെ പരിസരങ്ങളിൽ, ആമേൻ, കടകളിലൂടെ ചെറിയ മിഠായികൾക്കകത്ത് പോലും ആമേൻ കുഞ്ഞുങ്ങളെയും ആമേൻ മുതിർന്നവരെയൊക്കെ വശീകരിക്കുന്ന, ലഹരിക്ക് അടിമകളാക്കി തീർക്കുന്ന വിവിധ മാരകമായ വിഷങ്ങൾ കലർത്തിയ ഭക്ഷണ സാധനങ്ങൾ പോലും ആമേൻ തലമുറയെ നശിപ്പിക്കുമ്പോൾ അതിൽ നിന്നൊക്കെയാണ് തലമുറ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കേരളത്തിലേക്ക് സുലഭമായി മയക്കുമരുന്നുകൾ കൊണ്ടുവരുന്ന കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെറോയിനും ബ്രൗൺ ഷുഗറും, ഹല്ലേലൂയ, വിവിധ ഗുളികകളും, വിവിധ കർത്താവേ, ഹല്ലേലൂയ, ലഹരികളും, അതുപോലെ തന്നെ ഗുളികകൾ ഒക്കെ കൊണ്ടുവന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന എല്ലാ പിശാചിൻ്റെ കയ്യിൽ നിന്നും എല്ലാ മദ്യമയക്ക് ലോബികളെ ദൈവം സന്ദർശിക്കണമേ. ഈ മയക്കുമരുന്ന് ലോബികളെ ദൈവം സന്ദർശിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജനം വിടുവിക്കപ്പെടണം കർത്താവേ. ജനം സുബോധം നഷ്ടപ്പെട്ടു പോകാതെ ജനസമാധാനത്തിലേക്ക് മടങ്ങി വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരും തകർന്നു പോകട്ടെയാകരുത്. ഈ കള്ളുഷാപ്പ് ഉടമകൾ, ബീവറേജ് ഉടമകൾ, ബാർ ഉടമകൾ, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന സകല സാത്താൻ്റെ തന്ത്രങ്ങളെയും ദൈവം നീക്കം ചെയ്യണമേ. പണം ഉണ്ടാക്കാൻ വേണ്ടി സാധുക്കളെ, കുടുംബങ്ങളെ തകർക്കുന്ന അനവധി ആളുകൾ ഈ മദ്യവും ലഹരി കുടിച്ചിട്ട് എത്രയോ കുടുംബ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലഹിച്ച് കുടുംബ ബന്ധങ്ങൾ തകർന്ന് വലിയ കുടുംബ ജീവിതം തകർന്ന് ഇന്ന് കേരളത്തിലെ 30ഓളം കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഹല്ലേലൂയ, അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യ സുബോധത്തിൻ്റെ ആത്മാവിലേക്ക് മടങ്ങി വരട്ടെ. ജഡികമായ ചിന്തകൾ വിടട്ടെ. പാപപ്രവൃത്തി വിടിക്കണം. മനുഷ്യൻ്റെ ഉള്ളിലെ ക്രൂരമായ സ്വഭാവങ്ങളും പ്രതികാര മനോഭാവങ്ങളും പ്രതികാര ചിന്തകളും ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് പരസ്പരം സ്നേഹിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, ജനത്തിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വിടുതലിൻ്റെ കരം നീട്ടുവാണ്ടയാകണം. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹ ജീവിതത്തിനു വേണ്ടി ആഗ്രഹിച്ച് വിവാഹം നടക്കാത്തവർ, കർത്താവേ, ഹല്ലേലൂയ, കുടുംബജീവിതത്തിൽ വിവിധമായ പ്രശ്നങ്ങളെ ഭാരപ്പെടുന്നവർ, ഭാര്യ ഭർത്തൃ ജീവിതം
ജീവിതത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ മുഖാന്തരം അനവധി തകർച്ചകൾ ആമി കർത്താവെ കാമുകന്മാർ മുഖാന്തരം സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നു, സ്വന്തം ഭാര്യയെ കൊല്ലുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ക്രൂരമായി കൊല്ലുന്ന അനുഭവങ്ങൾ ആ നികൃഷ്ടമായി പ്രവർത്തിതൊക്കെ ഞങ്ങളുടെ കേരളം ഭാരതം വിടുവിക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ അനേക കൗമാരക്കാരിക്കുന്ന പെൺകുട്ടികൾ വിവിധ തലത്തിലും വിവിധ സ്വഭാവത്തിലും പ്രലോഭനങ്ങളിൽ വീണ് ഞങ്ങളുടെ പെൺകുട്ടികൾ വശീകരിക്കപ്പെട്ടവർ പാപത്തിൽ വീണ് അവരുടെ ജീവിതം തന്നെ തകർന്ന് തന്മുഖാത്ത അനേക ഭ്രൂണഹത്യകൾ കർത്താവേ നടക്കുന്ന അനവധി സംഭവങ്ങൾ ആ മേഖലയിലൊക്കെ ഒരു മാനസാന്തരം ഭരിക്കാനും വിവേകം കൊടുക്കണമേ. വശീകരിക്കപ്പെട്ടു പോകട്ടെയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രലോഭനത്തിൽ വീഴുവാണ്ടേകാതെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുന്നു. എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്, അധാർമികതയാണ്, അശുദ്ധിയാണ്. അശുദ്ധി കൊണ്ട് ഈ ലോകം നിറയപ്പെട്ട് നിൽക്കുമ്പോൾ അതിൽ നിങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, തലമുറ വിടുവിക്കപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്യണമേ, നീതി വെളിപ്പെടുത്തണമേ, തകർന്നു പോകാൻ ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കുന്ന, ടിമ്പർ പണിയെടുക്കുന്ന കർത്താവെ, കൺസ്ട്രക്ഷൻ രംഗത്ത് മെക്കാനിക്കൽ മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന ടൂ വീലിലും 3 വീലിലും 4 വീലും ഒക്കെ യാത്ര ചെയ്യുന്ന കർത്താവെ, ഹെവി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, കരയിലും കടലിലും ആകാശമാർഗ്ഗം യാത്ര ചെയ്ത വാഹനം ഓടിക്കുന്നവർ, നിയന്ത്രിക്കുന്നവർ, ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, മത്സ്യവിൽപ്പനക്കാരെ, ഹല്ലേലൂയ, ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഉയർന്ന കെട്ടിടത്തിലേക്ക് മുകളിൽ കയറി പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട്, ആ കെട്ടിടത്തിന് പണി ചെയ്യുന്നവരുണ്ട്, ആഴക്കടലിൽ കർത്താവെ വിവിധ കനികളിലും കമ്പനികളിലും ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വ്യവസായ മേഖലയും എല്ലാ വ്യാപാര മേഖലയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് കർത്താവെ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ മേഖലയിൽ സ്ഥാപനങ്ങൾ, കർത്താവെ പൊതുമരാമത്ത് രംഗങ്ങൾ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, കർത്താവെ എല്ലാ മേഖലയിലും ദൈവം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കാർഷിക മേഖലയിൽ പലപ്പോഴും നിരാശരും ദുഃഖരുമാണ്. പ്രകൃതി ദുരന്തമായി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും അവർ കൃഷികൾ നശിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന നന്മകൾ സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടാതെ പലരും ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു. പലരും ഫാമുകളൊക്കെ നടത്തിയിട്ട് കർത്താവെ അതിനകത്തൊരു വിജയം കാണാതെ നഷ്ടങ്ങൾ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. പല സഹോദരിമാരും ജീവിതത്തിൽ വിവിധമായ പ്രശ്നങ്ങൾ തകർന്ന് ഹല്ലേലൂയ മനസ്സ് തകർന്ന് ഹല്ലേലൂയ അവർ ആത്മഹത്യയ്ക്ക് പ്രേരിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ മരണത്തിന് വിധേയപ്പെടുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി അടിയം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ജനത്തെ വിടുവിക്കണമേ, ജനം സ്വതന്ത്രമായി മാറേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിൻ്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. കർത്താവേ, സകല ജനങ്ങളും സകല കുടുംബങ്ങളും ഇരുളിൻ്റെ ആധിപത്യത്തിൽ വീണ് മനുഷ്യ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥിതിക്കൊരു മാറ്റം വരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ, കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അമ്മായിയമ്മ, മരുമോള്, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ അടക്കം കർത്താവേ സമാധാനമില്ലാതെ കലഹിച്ച് കർത്താവെ കുടുംബത്തിനകത്ത് തന്നെ ആത്മഹത്യയുടെ എണ്ണം പെരുകുമ്പോൾ ഇന്ന് പകൽ അതിനൊരു മാറ്റം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമെന്ന് ഞങ്ങൾ 133 സംഖ്യ 1 വാക്യം വായിക്കുന്ന പോലെ ഇവിടെ കുടുംബങ്ങളുടെ സമാധാനത്തിനായി, ഐശ്വര്യത്തിനായി, സ്വസ്ഥതയ്ക്കായി, സന്തോഷത്തിനായി ഇന്ന് പകൽ അടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, അനവധി കുടുംബങ്ങൾ തകരുന്നു, അനവധി ജീവിതങ്ങൾ തകരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ കർത്താവെ ആശ്വാസത്തിന് കരം നീട്ടുവാൻ സകല മേഖലയിലുള്ള ജനത്തിന് ഒരു വിടുതൽ കൊടുക്കണമായിടയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കേരളത്തിന് 14 ജില്ലകൾക്കായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിലായി 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഹല്ലേലൂയ. 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾക്കകത്തായി 145 കോടിയിലോളം വരുന്ന ജനം. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങൾക്കായി അകത്തായി 800 കോടിയധികം ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ ഒരു വിടുതൽ അയക്കണമേ.
ആമയും മദ്യവും മയക്കുമരുന്നും പാനലഹരിയും മറ്റെല്ലാ ധാർമ്മികതയും കൊണ്ട് നിറയപ്പെട്ട് ലോക സമാധാനം നഷ്ടപ്പെടുമ്പോൾ അതിന് നടുവിൽ കർത്താവേ ആമേ ഇങ്ങനെ കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യങ്ങളിൽ സമാധാനം അയക്കണമേ. യേശു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് പകരം കർത്താവേ, ലോകം കൊടുക്കാത്ത, നിയമങ്ങൾ കൊടുക്കാത്ത, അധികാരികൾ കൊടുക്കാത്ത, മതങ്ങൾ കൊടുക്കാത്ത, മതനേതാക്കന്മാർ കൊടുക്കാത്ത, രാഷ്ട്രീയക്കാർ കൊടുക്കാത്ത വലിയൊരു ഹല്ലേലൂയ ആമേ സമാധാനം ജനത്തിൽ കൊടുക്കണമേ, ഹൃദയങ്ങളിൽ കൊടുക്കണമേ. അത് കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാ രാജ്യത്തും മാറി കർത്താവേ സ്വസ്ഥതയുടെ അനുഭവത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ മേഖലയിലും ആമേ പ്രവർത്തിക്കണമേ. ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, ആശുപത്രി സൗകര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളോ അടിസ്ഥാന സൗകര്യങ്ങളോ വാഹനങ്ങളോ ഒന്നുമില്ലാതെ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ലോകരാജ്യം അനേക ഗ്രാമങ്ങൾ, വില്ലേജുകളുണ്ട്. മനുഷ്യനുമായി യാതൊരു ബന്ധവുമില്ല, സംസർഗമില്ലാതെ ആമി ഇന്നും മദ്യവും മയക്കവും ലഹരിക്ക് വടിവപ്പെട്ട് ആമി യാതൊരു പരിജ്ഞാനമില്ലാത്ത അനവധി ആളുകൾ ആമി ലോകരാജ്യങ്ങൾ വിവിധമായ ഭാഗങ്ങളിൽ ആമി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ വിടുതലയക്കണമേ. ലോകരാജ്യങ്ങൾ 7093 ഭാഷകൾ സംസാരിക്കുന്നു. എന്നാൽ അതിൽ കർത്താവെ 3000 ചിരുവാനം ഭാഷകൾ മാത്രമാണല്ലോ ആമി കർത്താവെ ബൈബിൾ ലിപി ആമി എത്തിയിരിക്കുന്നത്. എന്നാൽ കർത്താവെ ഞങ്ങളുടെ വരവ് താമസിക്കുന്നെങ്കിൽ എല്ലാ ഭാഷയിലും ബൈബിൾ പ്രിൻ്റ് ചെയ്യുവാൻ അല്ലേലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമി മനുഷ്യർക്ക്, അധികാരികൾക്ക് കടന്നിടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ആമി മിഷണറിമാർ കടന്നെല്ലുവാൻ, ആ ദേശം സുവിശേഷീകരിക്കപ്പെടുവാൻ, ആ ദേശത്തിൻ്റെ വിടുതലിനായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനവധി ദൈവമക്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിലുള്ള 800 കോടി ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ആമി ക്രിസ്തു ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്ന പ്രാർത്ഥന പോരാളികളെ, പ്രാർത്ഥന തേരാളികളെ, ആമി പ്രാർത്ഥന വീരന്മാരെ എഴുന്നേൽപ്പിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവേ, മനുഷ്യൻ്റെ ജീവിതം ആത്മഭാരത്താൽ നിറയപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്ന ആമി ഉപവസിക്കുന്ന, കണ്ണീരോടെ നിലവിളിക്കുന്ന അനവധി ദൈവഭക്തന്മാരെ ഈ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർക്കണമേ. പലരും പ്രാർത്ഥനയും അടുത്തു, പലരും പ്രാർത്ഥനയ്ക്കും അടുപ്പായി മടുപ്പിൻ്റെ അനുഭവങ്ങൾ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലരും ആമി നിരാശ കാണിക്കുന്നു. എന്നാൽ ദൈവമേ, ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയോട് പൊതുവായി പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം ചില പ്രാർത്ഥന പോരാളികളെ കൂട്ടിച്ചേർക്കണമേ. ഹല്ലേലൂയ. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ, വെയിലായാലും മഴയായാലും ഏത് പ്രതികൂലമായിരുന്നാലും അതിന് നടുവിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധമായ മേഖലയിൽ കടക്കണിയാൽ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് വിവിധമായ മേഖലയിൽ കടം വന്ന് കടബാധയിൽ കടന്നു പോകുന്നവർ, ആമേൻ കടക്കണി മുഖാന്തരം പുറത്തിറങ്ങാൻ കഴിയാതെ ആമേൻ ജീവിതം തകർന്ന് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന, കടബാധയിൽ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ കർത്താവ് വിവിധമായ ആവശ്യങ്ങൾ ലോണെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഉള്ള ഭവനവും ജപ്തി നടപടി നേരിടുന്നവരുണ്ട്. ആ സ്ഥിതിക്ക് ഒരു മാറ്റം കൊടുക്കണമേ. അവരുടെ കണ്ണുനീരിൻ്റെയൊക്കെയും കർത്താവെ തുടയ്ക്കണമേ. അവരേതെല്ലാം പ്രതിസന്ധികളുടെ കടന്നുപോയാലും ഹല്ലേലൂയ അതിനാശ്വാസം കൊടുക്കണം കർത്താവെ. ആമേ ഹൈന്ദവ വിശ്വാസികൾ, ഇസ്ലാമിക വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ, ആമേ വേർപെട്ട കൂട്ടങ്ങൾ ഹല്ലേലൂയ, അത് ബുദ്ധമതക്കാരനായാലും ജൈനമതക്കാരനായിരുന്നാലും ലോകത്തിലുള്ള സകല അതിലുള്ള ജനത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മത നേതാക്കന്മാരെയും, സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ള ഹല്ലേലൂയ സകല ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് രാഷ്ട്രീയ നേതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ആമേൻ രക്തം ചെരിക്കുവാൻ ആഹ്വാനം കൊടുക്കുന്ന ആമേൻ നിരവധി ആളുകൾ, ഞങ്ങളുടെ ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധസുഹൃതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ എന്തെല്ലാം ഉണ്ടായിട്ടും ജനമിന്നും യാതൊരു വിധത്തിലും ദൈവത്തോട് ആമേ അനുസരണം കാണിക്കാതെ ദൈവത്തോട് മറുതലിച്ചിന്നും തന്നിഷ്ടപ്രകാരം ചെയ്യുന്ന അനവധി ആളുകൾ ദൈവം സന്ദർശിക്കണമേ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങൾ ഭരിക്കുന്നവർ, ഹല്ലേലൂയ രാജ്യങ്ങൾ ഭരിക്കുന്നവർ, രാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാരും രാജ്ഞിമാരും, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്നവരെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും ഭരിക്കുന്നവരുടെ മൂപ്പന്മാരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിർത്തികൾ കാവൽ ചെയ്യുന്ന BSF-നായി, CRPF-നായി രാപകലില്ലാതെ ഞങ്ങളെ കാവൽ ചെയ്യുന്ന പ്രിയപ്പെട്ട പലപ്പോഴും വീരമൃത്യു വെച്ച് അവിടെ ഒറ്റപ്പെട്ടുപോയി കുടുംബങ്ങൾ, സഹോദരന്മാർ അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആഭ്യന്തര മന്ത്രിക്കായി, ആഭ്യന്തര സെക്രട്ടറിക്കായി, ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. ലോകസഭ, രാജ്യസഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിയുടെ പോലീസിൻ്റെ വിവിധ സെക്ഷനുകൾക്കായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പോലീസിൻ്റെ എല്ലാ വിഭാഗത്തെയും ഓർക്കുകയാണ്. ഫയർ സ്റ്റേഷൻ കർത്താവേ, ആമി എക്സൈസ്, ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
കോസ്റ്റുകാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവരെയൊക്കെ ദൈവകരങ്ങൾ സൂക്ഷിക്കണമേ. അപ്പോൾ ഞങ്ങളുടെ രഹസ്യാന്വേഷണങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ക്രൈംബ്രാഞ്ച്, CBI, ഇൻ്റർപോൾ, NIA രംഗത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ED അടക്കമുള്ള മറ്റ് വിവിധ വകുപ്പുകളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ ജുഡീഷ്യറിക്കായി ആമി, സുപ്രീം കോടതി, ഹൈക്കോടതി, ഹല്ലേലൂയ, ആമി, മുനിസിപ്പൽ കോടതി, സെൻസസ് കോടതികൾ, ഫസ്റ്റ് ക്ലാസ്, ആമി, സെക്കൻഡ് ക്ലാസ് കോടതികൾ, അങ്ങനെ എല്ലാ കോടതി ജഡ്ജിമാർ, അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർ, APPമാർ, എല്ലാ കർത്താവെ കോടതി സംബന്ധമായ എല്ലാ ജീവനക്കാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണമേഖലയിൽ വലിയൊരു ഉണർവ് വഹിക്കണമേ. ജനം പരസ്പരം സ്നേഹിക്കുവാൻ, കരുതുവാൻ, അധികാരം ദുർവിനിയോഗം ചെയ്യാതെ, അധികാരത്തിൻ്റെ കർത്താവെ സീമയിലിരുന്നു കൊണ്ട് ജനം നശിച്ചു പോകാതെ ജനത്തിന് വേണ്ടി നീതി നടത്തിക്കൊടുക്കുന്നവരായി തീരുവാൻ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവെ ഒരു ശക്തമായ വിടുതലിനായി ലോകമെമ്പാടുള്ള സകല അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരങ്ങളുണ്ട്. സഹോദരിമാർ മരിച്ച് ഒറ്റപ്പെട്ടു പോയ സഹോദരന്മാർ കുഞ്ഞുങ്ങളുമായി ഭാരപ്പെടുന്നു. സഹോദരിമാർ മരിച്ച് കർത്താവെ ഹല്ലേലൂയ, സഹോദരന്മാർ മരിച്ച് കുഞ്ഞുങ്ങളുമായി ഭാരപ്പെടുന്ന സഹോദരിമാർ, അവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അവരെല്ലാം കണ്ണുനീരിനൊരു മറുപടി എൻ്റെ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ കടന്നു പോകുന്ന ഏതെല്ലാം പ്രതികൂല മേഖലയാണോ അതിൻ്റെ എല്ലാം നടുവിൽ ആശ്വാസം കൊടുക്കണമേ. കർത്താവ് പൊതുവായി പറയാൻ കഴിയാത്ത അനവധി വിഷയങ്ങൾ, പൊതുവായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനവധി വിഷയങ്ങളുണ്ട്. അതിൻ്റെ നടുവിലും കർത്താവേ അടിയൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അതും മനസ്സിൽ കർത്താവെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലെല്ലാം ഒരു മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ തീവ്രവാദികൾ വളരുന്നു. ലോകം മുഴുവൻ ഭീകരവാദികൾ, വർഗീയവാദികൾ വളരുന്നു. ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഓരോന്നും അവർ ചെയ്തു കൂട്ടി ജീവനുള്ള മനുഷ്യന് യാതൊരു വിലയും കൊടുക്കാതെ, രക്തത്തിൻ്റെ വില മനസ്സിലാക്കാതെ നിരവധി ആളുകളെ അറവുശാലയിൽ കന്നുകാലികളെ അറുത്ത് കൂട്ടുന്നത് പോലെ ക്രൈസ്തവ വിവരണം വരെ അഴിച്ചുവിടുന്ന ഈ ലോക രാജ്യങ്ങൾക്കകത്ത് സമാധാനം കൊടുക്കണമേ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് തിരുവെഴുത്ത് ബോധിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഏത് പ്രവൃത്തിക്കും അതിന് ന്യായവിധിയുണ്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കി ഈ ഭൂമി ജീവിക്കും. പരസ്പര സഹോദരങ്ങളെപ്പോലെ സ്നേഹിപ്പാൻ, കരുതുവാൻ, ഒരുവൻ പ്രാർത്ഥിക്കുവാൻ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ. ഹല്ലേലൂയ. കർത്താവെ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. അക്രമങ്ങളെല്ലാം മാറിപ്പോകട്ടെ, സമാധാനം നിറയട്ടെ, സ്വസ്ഥത നിറയട്ടെ, ശാന്തമായ അനുഭവത്തെ മനുഷ്യന് കൊടുക്കണമേ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ഈ ലോകത്തെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിപ്പാനുള്ള കൃപ സകല ജനത്തിന് കൊടുക്കണമേ. ജാതിയുടെ പേര് പറഞ്ഞ്, നിറത്തിൻ്റെ പേര് പറഞ്ഞ്, വിദ്യാഭ്യാസത്തിൻ്റെ പേര്, സാമ്പത്തിൻ്റെ പേര് പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ് ഹല്ലേലൂയ മനുഷ്യൻ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാത്യാക്ഷേപം നടത്തുമ്പോൾ അതിലൊക്കെയും കർത്താവ് ജനം പരിജ്ഞാനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഭൂമി സൃഷ്ടിച്ചത് ആണും പെണ്ണും രണ്ട് ജാതിയാണ്. എന്നാൽ മനുഷ്യനകത്ത് ഹല്ലേലൂയ മതങ്ങളുണ്ടാക്കി, ജാതികളുണ്ടാക്കി, ഹല്ലേലൂയ വേർതിരിവുണ്ടാക്കി. അത് മുഖാന്തരം ഇന്ന് നടക്കുന്ന അക്രമങ്ങൾ എത്ര ഭയാനകമാണ് കർത്താവേ. അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ജനം പരിജ്ഞാനത്തിലേക്ക് മടങ്ങി വരുവാൻ, മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കർത്താവിയെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിവിധ ഹോസ്പിറ്റലുകൾ കർത്താവ് രോഗികളായി കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വിടുതൽ കൊടുക്കണമേ. ദേശത്ത് വിദേശത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്. വിദേശത്ത് ജോലിക്ക് കടന്നുപോയി കഷ്ട സഹിക്കുന്ന സഹോദരന്മാർ, ജോലി നഷ്ടപ്പെട്ട വിസയുടെ കാലാവധി കഴിഞ്ഞവർ, വിസ അവധി കിട്ടാൻ കഴിയാതെ ഉപരിപഠനത്തിന് പോയിരിക്കുന്നവർ എല്ലാവരും കർത്താവ് സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ ഇടയാകണം. അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുമ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഏറ്റവും ആസന്നമായിരിക്കും കാലഘട്ടത്തിൽ. കർത്താവെ കോടിക്കണക്കിന് ജനങ്ങൾ ആത്മാവിൽ ദിവസങ്ങളിൽ വീണ്ടെടുക്കപ്പെടുവാൻ, ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരുവാൻ, പേർ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ മധ്യാകാശത്തിൽ കർത്താവ് എല്ലാവരും എടുക്കപ്പെടുവാൻ ഒരു വലിയ കൂട്ടം ജനത്തിനാടി പ്രാർത്ഥിക്കുന്നു. ഒരു അന്തികാല ഉണർവിനായി പ്രാർത്ഥിക്കുന്നു. ജനം നീതീകരിക്കപ്പെടുവാൻ, ജനം മാനസാന്തരപ്പെടുവാൻ, സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ, പാപത്തിൻ്റെ അടിമത്തത്തിൽ വിട്ട് മടങ്ങി വരുവാൻ, കർത്താവെ ജനം സുബോധമുള്ള ഹൃദയങ്ങളായി മാറുവാൻ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നീചവും ക്രൂരമായ എല്ലാ ചെടിയുമായ ജീവിതം വിട്ട് ജഡത്തിൻ്റെ പ്രവൃത്തി വിട്ട് മടങ്ങി വരും പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. ഞങ്ങൾ വചനം വായിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. കർത്താവെ എന്നൊക്കെ ജനം മടങ്ങി വന്ന് ആത്മാവിൻ്റെ ചിന്തയായിരിക്കും ജീവന സമാധാനത്തോടെ മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കൃപ കൊടുക്കണമേ. കർത്താവിയുടെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയും ശുദ്ധീകരണം അയക്കണം കർത്താവെ. എല്ലാ മേഖലയും വിടുതലയക്കണമേ. ഇന്ന് പകൽ കർത്താവെ വിവിധ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെ കഷ്ടം സഹിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വിടുതലിൻ്റെ കരം നീട്ടിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അപേക്ഷ കേൾക്കുന്ന ദൈവം, ഇന്ന് പകൽ കർത്താവ് ഈ പ്രാർത്ഥനയെ ലോകമെമ്പാടുള്ള ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനും കർത്താവ് ജനത്തെ വേണ്ടി നിലവിളിക്കുമ്പോൾ വലിയ ദൈവിക വിടുതൽ കാണുവാണ്ടയാകണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.